ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ ഈ കോഴികളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുറേ പേര് വന്ന് കമൻറ്റ് ഇട്ട് ചോദിച്ചു എന്തായാലും ഒരു വീഡിയോ ഇടണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രകാരമാണ് ഇന്നൊരു കോഴിയുടെ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങളൊക്കെ നമുക്ക് ഇനി പുറകാലെ കേൾക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഏതൊരു ജോലിയും ഉണ്ടല്ലോ, നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം ഉണ്ടാകത്തില്ല, അതേപോലെ നമുക്കതൊരു കഷ്ടപ്പാടായിട്ടും തോന്നത്തില്ല. ഇപ്പം കോഴി വളർത്തണമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വേണം, അതിനോടൊരു ഇഷ്ടം വേണം, പിന്നെ ഒരു ക്ഷമ വേണം, ഒരു ആത്മാർത്ഥതയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കോഴി വളർത്തൽ നമുക്ക് വിജയകരമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ പരിസരത്തുള്ളവരൊക്കെ കോഴി വളർത്തുന്നു, മുട്ട എടുക്കുന്നു, വിൽക്കുന്നു എന്നൊക്കെ കരുതിയിട്ട് ഒട്ടും താല്പര്യമില്ലാത്തവർ വളർത്താൻ നിന്നാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകത്തില്ല. കോഴികൾ കിടന്ന് കഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോഴി വളർത്തണമെന്ന് ആഗ്രഹമുള്ളവർ തുടക്കത്തിൽ ഒരു 5 കോഴി അല്ലെങ്കിൽ 10 കോഴിയെ മാത്രമേ വാങ്ങിച്ച് വളർത്താനായിട്ട് ശ്രമിക്കാവൂ. കൂടുതൽ വളർത്തി നമുക്ക് അവർക്ക് അസുഖങ്ങളൊക്കെ വന്നാൽ നമുക്ക് അതിനെ ചികിത്സിക്കാനോ ശ്രദ്ധിക്കാനോ ഒക്കെ സമയമില്ല എന്നുണ്ടെങ്കിൽ അതവിടെ കിടന്ന് ചത്തുപോയിട്ട് പിന്നെ അതിനെ കുഴിച്ചിടാനും ഒക്കെ നമ്മൾ നടക്കേണ്ടി വരും. അതുകൊണ്ട് കുറഞ്ഞ രീതിയിൽ നമ്മൾ വളർത്താനായിട്ട് ശ്രമിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ അവർക്ക് വായു സഞ്ചാരമുള്ള കൂടായിരിക്കണം നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത്. കോഴികൾക്ക് ഫ്രീ ആയിട്ട് നടക്കാനുള്ള സൗകര്യം അതിനകത്ത് വേണം. നമ്മൾ കൂട്ടിനകത്ത് ഇട്ട് വളർത്തുന്ന കോഴികൾക്ക് നമുക്ക് നല്ല സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ. പണ്ടത്തെ ഓട് ഉള്ള കൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനകത്ത് ശ്വാസം മുട്ടി കിടക്കേണ്ടി വരും. ഇപ്പം തുറന്നു വിടുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് നടന്ന് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂട് കെട്ടുമ്പോൾ അതിൻ്റെ ഇഴയടുപ്പമുള്ള നെറ്റ് വേണം നമ്മൾ കോഴിക്കൂടിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. കാരണം ഇഴജന്തുക്കളൊക്കെ അതിനകത്ത് കയറാതെ നമുക്ക് നോക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. ഇപ്പം എല്ലായിടവും പാമ്പും ചേരയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കോഴിക്കൂട് കെട്ടാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ എല്ലാവരും കൂട്ടിലടച്ചാണല്ലോ വളർത്തുന്നത്. കാരണം ഒന്നാമത് കീരി, പട്ടി, പിന്നെ നമ്മുടെ പച്ചക്കറി കൃഷികൾ, പിന്നെ മറ്റ് അയലത്തുകാർക്ക് ഉപദ്രവമാകാതിരിക്കാനായിട്ട് എല്ലാവരും എന്ത് ചെയ്യും, കൂട്ടിലടച്ചിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ അതിന് സൗകര്യമായിട്ടുള്ള കൂടുകളൊക്കെ വാങ്ങിക്കാനും കിട്ടുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ കൂട് എപ്പോഴും നല്ല വൃത്തിയുള്ളതായിരിക്കണം. കൂടിനകത്ത് ഈർപ്പം ആവാൻ പാടില്ല. ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, അവർക്ക് പല അസുഖങ്ങളും അണുക്കൾ അവരുടെ കാഷ്ടവും എല്ലാം കൂടെ ഒക്കെ ചേർന്നിട്ട് അവിടെ സ്മെല്ലും ഒക്കെ ആയിട്ട് എന്തായാലും സ്മെല്ലൊക്കെ ഉണ്ടാവും. കോഴി വളർത്തുമ്പോൾ അത്യാവശ്യം സ്മെല്ല് എന്തായാലും കോഴി വളർത്തുന്ന സ്ഥലത്ത് ഉണ്ടാവും. എന്നാലും അത് കൂടുതലാവാതിരിക്കാനായിട്ട് അറക്കപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവിടെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കുക. ഒരാഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പം എങ്കിലും നമ്മൾ കൂടുകൾ വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ചിലരൊക്കെ പറയും, പിന്നെ അതിൻ്റെയൊക്കെ തീറ്റി ഓർക്കുമ്പം കോഴിയെ വളർത്താൻ പോകുന്ന വേറെ ജോലിയൊന്നുമില്ല, 10 മുട്ട അങ്ങ് വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ 10 മുട്ട നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ആ കോഴിക്കൂട്ടിലോട്ട് ചെന്നിട്ട് ഒരു 5-6 മുട്ട പറക്കിക്കൊണ്ട് വന്നിട്ട് നമ്മളത് ലാവിഷായിട്ട് ഉപയോഗിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിൻ്റെ തീറ്റയൊക്കെ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ട് അതിന് കൊടുക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തോട്ടൊന്നും നടക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ടതായ പച്ചപ്പുല്ലും കൂമ്പ്, പിണ്ടി, വാഴപ്പോളകൾ, ഇങ്ങനെയുള്ളതായ കപ്പയ്ക്ക, പപ്പായയുടെ ഇല, ഇതെല്ലാം നമുക്ക് കോഴിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളോട് എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കാണാം. കോഴികൾക്ക് തീറ്റ വാങ്ങിക്കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 45 ദിവസം വരെയൊക്കെ നമുക്ക് സ്റ്റാർട്ടർ കൊടുക്കാം കോഴിക്കുഞ്ഞുങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 4 മാസം വരെയൊക്കെ ഗ്രോവർ എന്ന് പറയുന്നതായ ഒരു തീറ്റയുണ്ട്, അത് കൊടുക്കാം. അപ്പം ഈ തീറ്റകൾ മാത്രം കൊടുത്ത് നമ്മൾ അവരെ ശീലിപ്പിക്കരുത് കേട്ടോ. നമ്മുടെ കയ്യിലുള്ളതായ തീറ്റകളും കൂടെ കൊടുത്ത് വേണം അവരെ ശീലിപ്പിക്കാനായിട്ട്. അപ്പം നമ്മൾ തന്നെ ആണെന്നുണ്ടെങ്കിലും ഒരേ ആഹാരം തന്നെ കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും. അതിനെന്ത് ചെയ്യും, നമ്മൾ മാറി മാറി ആഹാരങ്ങൾ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പം കോഴികൾക്കാണെന്നുണ്ടെങ്കിലും ഒരേ ആഹാരം തന്നെ കൊടുക്കുമ്പോൾ അവർ കൂടുതൽ കഴിക്കാതെ അവിടെ എവിടെയൊക്കെ ചിക്കിച്ചെറിഞ്ഞ് അവിടെ എല്ലാം കൂട്ടിൽ മൊത്തം ആക്കി കളയും. അതുകൊണ്ട് അരി കൊടുക്കാം, അതിൻ്റെ കൂടെ അരി കൊടുക്കാം, ഗോതമ്പ് പൊടിച്ചിട്ട് അത് കൊടുക്കാം, പച്ചിലകൾ കൊടുക്കാം, അതുപോലെ കൂമ്പ് അരിഞ്ഞിട്ട് കൊടുക്കാം, പപ്പായ, ഇങ്ങനെ മറ്റുള്ള തീറ്റകളും കൂടെ ഉൾപ്പെടുത്തി വേണം നമ്മൾ കൊടുക്കാനായിട്ട്. മുട്ടയിടാറായ കോഴികൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെയർ മാഷ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് നമ്മൾ എല്ലാ തീറ്റകളും ഉൾപ്പെടുത്തണം. ഈ ലെയർ മാഷ് മാത്രം ആവാതെ നമ്മൾ പിന്നെ പകുതി വേവിച്ച അരി ഇട്ട് കൊടുക്കാം, ഗോതമ്പ് ഇട്ട് കൊടുക്കാം, അരി ഇട്ട് കൊടുക്കാം, പിന്നെ നമ്മുടെ വീട്ടിലുള്ളതായ ഈ കൂമ്പ് അരിഞ്ഞത്, കപ്പയ്ക്ക അരിഞ്ഞത് എല്ലാം കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ മുട്ടയിടുന്ന കോഴികൾക്ക് കൊടുക്കാനായിട്ട്. അതിനകത്ത് അസോള ഉൾപ്പെടുത്താം. അസോളയൊക്കെ ഏറ്റവും നല്ലതാണ്, കോഴിക്ക് മുട്ടയിടാനൊക്കെ ഏറ്റവും നല്ല ഒന്നാണ് അസോള എന്നൊക്കെ പറയുന്നത്. അപ്പം പച്ചില വർഗ്ഗങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കോഴിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ കോഴികൾക്ക്
അപ്പോൾ ഒരു ദിവസം തന്നെ ഇതെല്ലാം കൂടെ കൊടുക്കണമെന്നല്ല, ഓരോ ദിവസവും ഓരോന്നും ഇങ്ങനെ മാറി മാറി കൊടുക്കുക. ഒറ്റ ദിവസം തന്നെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് കോഴിക്ക് അവരുടെ അസുഖങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ വേപ്പില എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വേപ്പൊക്കെ നമ്മുടെ മുറ്റത്ത് വളർത്തുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ കിളിർന്ന ഇലയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും നല്ലതാണ്. ഷുഗറുകാർക്കൊക്കെ ഇതൊരെണ്ണം വായിലിട്ട് ചവച്ചുകൊണ്ട് ഇടുന്നത് നമുക്കും ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതുതന്നെ ദണ്ട അസോളയാണ് ഈ ഇരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ചോദിക്കും അസോള എന്താണെന്നുള്ളത്. അസോള ഒരു പായൽ വർഗ്ഗത്തിൽപ്പെട്ട ഒന്നാണ്. ഇത് നമ്മൾ പച്ചവെള്ളത്തിലിട്ട് വളർത്തിയാൽ നന്നായിട്ട് അങ്ങ് പടർന്ന് പന്തലിച്ച് അങ്ങ് വന്നോളും കേട്ടോ. പന്തലിക്കുമല്ല, ആ പാത്രത്തിൽ മുഴുക്കി അങ്ങ് ആയിക്കോളും. പിന്നെ ദാണ്ട് ഇത് പനിക്കൂർക്ക, ഇത് കണ്ടോ, കോഴിക്ക് ഏറ്റവും നല്ലതാണ് പനിക്കൂർക്കയൊക്കെ അവരുടെ ആഹാരത്തിലൊക്കെ ഉൾപ്പെടുത്തുക. അതുപോലെ പപ്പായയുടെ ഇല കൊത്തി അരിഞ്ഞ് അവരുടെ ആഹാരത്തിനകത്ത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പപ്പായ കൊത്തി അരിഞ്ഞിട്ട് കൊടുത്താൽ വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ കൂമ്പ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ അവരങ്ങ് കഴിച്ചോളും. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ വാഴയുടെ എന്ത് സാധനവും പിണ്ടിയും വാഴപ്പോളയൊക്കെ കൊടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ അടുത്ത തുളസിയാണ്. തുളസിയും അവരുടെ പനിക്കും ഒക്കെ ഏറ്റവും നല്ലതാണ്. പിന്നെ പറഞ്ഞാൽ നമ്മുടെ പറമ്പിലെ പച്ചപ്പുല്ലാണ് കേട്ടോ. നമ്മുടെ പറമ്പ് ക്ലീനായിട്ട് കിടക്കും, കോഴികൾക്ക് വയറും നിറയും. ഇത് അവരുടെ മുമ്പിലിട്ട് കൊടുക്കാമെങ്കിൽ തമ്മിൽ കൊത്തൊന്നും കൂടാതെ അവരിങ്ങനെ എപ്പോഴും കൊത്തി തിന്നുകൊണ്ടേ ഇരുന്നോളും പച്ചപ്പുല്ലൊക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ. അപ്പം എൻ്റെ കോഴികൾ ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഇതാണ്ട് ഗ്രോവർ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഗ്രോവർ എന്ന് പറയുന്നത്, കണ്ടോ. അത് ഒരു ചിരട്ട എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗോതമ്പ് തവിടാണ്. ഗോതമ്പ് തവിട് ഒരു ചിരട്ട എടുക്കാം. പിന്നെ ദാണ്ട് അരിയും ഗോതമ്പും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചോറുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ അധികം വരുന്നതോ അല്ലെങ്കിൽ കോഴിക്കായിട്ട് പ്രത്യേകം വേവിച്ചതോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ചോറ് വേസ്റ്റാക്കിയൊന്നും പറയരുത്. ചോറ് നമുക്ക് കുറച്ചധികം വന്നാൽ വലിച്ചെറിഞ്ഞ് കളയുകയൊന്നും ചെയ്യരുത്. അത് കഴിക്കുന്ന രീതിയിൽ നമ്മൾ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ പിന്നെ കോഴിയും പട്ടിയൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് ഇട്ട് കൊടുക്കും. അപ്പം കുറച്ച് താണ്ട് ആ സോളയും കൂടെ കുറച്ച് മതി കേട്ടോ, കുഞ്ഞുങ്ങളല്ലേ. അപ്പം കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ 2-3 തണ്ട് തുളസിയിലുണ്ട്. അവർക്കതിന് പനിയും ഒന്നും വരാതെ ഇരിക്കട്ടെ. അതും ചെറുതായിട്ടിട്ട് കൊടുക്കാം. വലുതായിട്ടിട്ട് കൊടുത്താൽ അവർക്ക് തിന്നാൻ പ്രയാസമായിരിക്കും കേട്ടോ. കുത്തി ഞാൻ കളയത്തേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് അവർക്ക് തിന്നാവുന്ന പരുവത്തിന് സ്വല്പം വെള്ളം ചേർക്കാം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, അങ്ങനെ എല്ലാ ദിവസവും കൊടുക്കണമെന്നല്ല, വല്ലപ്പോഴൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. മതി, ഒരു 12 പേരുണ്ട്. അവർക്ക് ഇത് ഒന്ന് കറങ്ങുമ്പോഴത്തേക്ക് അങ്ങ് തീരും. ഇപ്പം മുട്ട ഇടാറായ കോഴികൾക്കും അതുപോലെ തന്നെ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴികൾക്കും കൊടുക്കാൻ പറ്റുന്ന തീറ്റകളാണ്. ഇതാണ് ലെയർ മാഷ് എന്ന് പറയുന്നത്, കണ്ടോ. ഈ ധാന്യങ്ങളൊക്കെ പൊടിഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ കോഴി പെല്ലറ്റുണ്ട്. ഇങ്ങനെ ഇത് മേടിക്കാൻ കിട്ടും. ഇതൊന്നും കൂടുതൽ ചാക്ക് കണക്കിനൊന്നും വാങ്ങിച്ച് വെക്കരുത് കേട്ടോ. 10 കോഴിയൊക്കെ വളർത്തുന്നവർ 2-3 കിലോ ഇതൊക്കെ വാങ്ങിച്ച് വെച്ചിരുന്നാൽ മതി. പിന്നെ അതുപോലെ തന്നെ കോഴിയുടെ തവിട്, കോഴിയുടെ തവിടല്ല, ഗോതമ്പിൻ്റെ തവിടാണ് അത്. പിന്നെ ഗോതമ്പ് കൊടുക്കാം, അരി കൊടുക്കാം, അസോള ഇട്ട് കൊടുക്കാം. അതുപോലെ മുട്ടത്തോട്, കോഴിയൊക്കെ മുട്ടയൊക്കെ കുത്തി പൊട്ടിച്ച് കുടിക്കുമല്ലോ. അപ്പോൾ അത് കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം മുട്ടത്തോട് മിക്സിയിൽ നല്ലതുപോലെ പൊടിച്ചിട്ട് ഇതിനകത്ത് നമ്മൾ ഇളക്കി കൊടുത്താൽ ഈ മുട്ട കൊത്തി കുടിക്കുന്ന സോക്കേടൊക്കെ അങ്ങ് മാറ്റിക്കിട്ടും. അതുപോലെ തന്നെ പിന്നെ കോഴികൾക്ക് നമ്മുടെ വീട്ടിൽ അധികം വരുന്ന ചോറ്, അതുപോലെ തന്നെ കോഴിക്കായിട്ട് വേവിക്കുന്ന ചോറ് ഒരുപാട് വേവിക്കാതെ ഒരു അര വേവാക്കിക്കൊണ്ട് ഈ ഭക്ഷണത്തിനകത്ത് നമുക്ക് ഉൾപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. ഇപ്പം കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ട തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവർ നല്ല ലൈനായിട്ട് നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും നല്ല അച്ചടക്കത്തോടെ നിന്ന് കഴിക്കുകയാണ്. അപ്പം നമ്മുടെ കോഴിക്കൂട് 2 തട്ടായിട്ടാണ് നമ്മൾ ഇവിടെ കോഴിയെ വളർത്തുന്നത്. കുഞ്ഞുങ്ങളെ എല്ലാം മുകളിലും താഴത്തെ തട്ടിൽ പ്രായമുള്ളവരെയാണ് ഇട്ടിരിക്കുന്നത്. താഴെ ഒരു കരിങ്കോഴി പൂവൻ കോഴി കിടപ്പുണ്ട്. പിന്നെ ഒരു 5-6 പെടക്കോഴികളുടെ മാത്രമേ ഉള്ളൂ കേട്ടോ.
അപ്പം നമ്മൾ കോഴിക്ക് ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല ശുദ്ധമായ വെള്ളവും കൂടെ കൊടുക്കണം. പിന്നെ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളായിട്ട് നമുക്ക് തോന്നുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കണം. സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ അവരുടെ വെള്ളത്തിൽ ഉൾപ്പെടുത്തി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു ഗ്രാമശ്രീ കോഴിയാണ്. ഇവൾക്കിപ്പം ഒരു 4 വയസ്സോളം പ്രായമുണ്ട്. ഇവിടുത്തെ വല്യമ്മച്ചി കോഴിയാണ്. ഇപ്പോൾ ഇത് നല്ല ചക്കര കുട്ടിയായിട്ട് വളർന്നത്, നല്ല സുന്ദരിയായിട്ടായിരിക്കുന്നത്. പിന്നെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ കാണിച്ചെന്ന് പറഞ്ഞാൽ കോഴിയെ വളർത്തുന്നതും അവരുടെ കൂടെ എങ്ങനെ വൃത്തിയായിട്ടിരിക്കണം എന്നുള്ളതും അവരുടെ ആഹാരത്തെക്കുറിച്ചുമൊക്കെയാണ് പറഞ്ഞു തന്നത്. ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ് ഇനിയുള്ളത്. കോഴിയെ വളർത്തുമ്പോൾ കോഴിയെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതേപോലെ തന്നെ അവരുടെ രോഗങ്ങളെക്കുറിച്ചും ആ രോഗത്തിന് നമ്മുടെ വീട്ടിൽ തന്നെയുള്ളതായ പ്രതിവിധികളെക്കുറിച്ചുമാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതിൽ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.